ഈസ്റ്റ് ഇടാണ്ട് നമുക്ക് എങ്ങനെ വെള്ളപ്പം ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. ഇതിൽ ഞാൻ 4 ഗ്ലാസ് പച്ചരിയും ഉലുവയും കൂടിയാണ് വെള്ളത്തിലിട്ടേക്കണത്. ഒരു 5 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതിലേക്ക് 3-4-5 കഷ്ണം ചുമന്നുള്ളി, ചെറിയ ജീരകവും, ഇങ്ങനത്തെ 2 കപ്പ് ചോറ് വേണം. 2 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും ഇതെല്ലാം കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് എല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് എടുത്തു വെച്ചതാണ്, അതും കൂടി ഒഴിക്കണം. ഒരു ട്രിപ്പ് ഞാനിപ്പോൾ അരച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് കൊണ്ട് ഞാൻ അരയ്ക്കട്ടെ. മാവൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് 2 കയ്യിൽ മാവെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കുറുക്കിയെടുക്കണം. 2-3 കയ്യിലെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുകയാണ്. ഞാൻ അരച്ചപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്താണ് അരച്ചത്. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പം നമ്മൾ ആ കുറുക്കി വെച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചു കൊടുക്കണം. അരച്ചത് ഒഴിക്കുകയാണ്. കൈ നന്നായിട്ട് കഴുകിയിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവ് കലക്കി വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് അരച്ച് വയ്ക്കുന്നത്, ഒരു 5-6 മണിയൊക്കെ ആയപ്പോൾ. ഇനി രാവിലെ ഇത് ഉണ്ടാക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6 മണിയായപ്പോൾ അരച്ച് വെച്ചാണ്. ഇന്നിപ്പോൾ രാവിലെ, പിറ്റേ ദിവസം രാവിലെ 5:30 ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഈസ്റ്റൊന്നും ചേർക്കാനായിട്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനത് ഉണ്ടാക്കി കാണിച്ചു തരാം. പച്ചക്ക് ചൂടായിട്ടുണ്ട്. ഞാൻ അപ്പം ഉണ്ടാക്കുക. നല്ല സോഫ്റ്റ് ആയപ്പോണ്.